SSLC ഫസ്റ്റ് മിഡ് ടേം എക്സാമിനേഷൻ കെമിസ്ട്രി ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇത് 2024-25 വർഷത്തെ ആദ്യ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒരു പബ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ടൈപ്പ് ബി ആണ് നോക്കുന്നത്. ആദ്യം ടൈപ്പ് എ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങൾ നോക്കാം. ആദ്യ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഡാഷ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡാഷ് നിയമം എന്നറിയപ്പെടുന്നു. വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും, ഇത് അവഗാഡ്രോ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അല്ലേ, നമുക്കറിയാം 3 നിയമങ്ങളാണുള്ളത്. 1 അവഗാഡ്രോ നിയമം, 2 ബോയിൽ നിയമം. ബോയിൽ നിയമം പറയുന്നത് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള അനുപാതമാണ്. അതുപോലെ തന്നെ ചാൾസ് നിയമം, അത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള അനുപാതമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം അവഗാഡ്രോ നിയമം. ചോദ്യം 2, കാൽസ്യത്തിൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്കരൂപമാണ് ഇവിടെ തന്നിട്ടുള്ളത്. കാൽസ്യത്തിൻ്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം, അല്ലേ, കാൽസ്യം അറ്റോമിക് നമ്പർ 20 വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 18 അറ്റോമിക് നമ്പറുള്ള ആർഗണ് ബ്രാക്കറ്റിൽ കൊടുത്തു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്ന ഫോറസ്റ്റ്, അല്ലേ. അപ്പോൾ AR ഫോറസ്റ്റ് ഇവിടെ ബി ആണ് ആൻസർ. ചോദ്യം 3, 3ാം പീരീഡിലും 18ാം ഗ്രൂപ്പിലും ഉൾപ്പെട്ട ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഏതൊക്കെയാണ്? 3ാം പീരീഡിലും 18ാം ഗ്രൂപ്പിലും ഉൾപ്പെട്ട മൂലകത്തിൻ്റെ സബ്ഷെൽ വിന്യാസം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3ാം പീരീഡ് എന്ന് പറയുമ്പോൾ, അല്ലേ, 3ാം പീരീഡ് 3, 18ാം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏത് സബ്ഷെല്ലിൽ വരിക? പി ആണ് വരിക, അല്ലേ. പിയിൽ 6 ഇലക്ട്രോൺ വരുമ്പോഴാണ് 18 ഗ്രൂപ്പ് കിട്ടുക. അപ്പോൾ 3p6 എന്നാണ് അവസാന സബ്ഷെല്ല്. 3p6 അവസാന ഇലക്ട്രോൺ വരുന്നത് 3pയിലാണ്. 3p6 എങ്കിലേ 18ാം ഗ്രൂപ്പ് കിട്ടുള്ളൂ. 6 + 12 18. അപ്പോൾ നമുക്ക് മുഴുവൻ എഴുതുമ്പോൾ എങ്ങനെ വരിക? 1s2 1s2 2s2 2p6 3s2 3p6. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ചോദ്യം 4, 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. കാരണം എന്ത്? വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു, അല്ലേ. അത് ചൂട് കൂടി ബലൂണിലെ വായു വികസിക്കുന്നു, അല്ലേ. ഒരു പരിധിയിലധികം വായു ബലൂണിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ പൊട്ടും, അല്ലേ, അറിയാം. ഇനി ഇവിടെ ബി ചോദ്യമുണ്ട്. ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന വാതക നിയമം, അല്ലേ, താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. അത് ചാൾസ് നിയമമാണ് വരുന്നത്. ചോദ്യം 5, Fe-യുടെ അറ്റോമിക് നമ്പർ 26 ആണ്. Fe അയൺ അറ്റോമിക് നമ്പർ 26 ആണ്. ചോദ്യം എ, FeCl2ൽ Fe-യുടെ ഓക്സീകരണാവസ്ഥ എത്ര? FeCl2 ഫെറസ് ക്ലോറൈഡ് ആണ്. അതിൽ Fe-യുടെ ഓക്സീകരണാവസ്ഥ എത്ര വരുന്നത്? +2 ആണ് വരുന്നത്, അല്ലേ. ഇവിടെ നമുക്കറിയാം FeCl2 ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ -1 ആണ് വരുന്നത്, അല്ലേ. നമുക്കറിയാം ഒരു തന്മാത്രയിലെ അല്ലെങ്കിൽ സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ആകെ ഓക്സീകരണാവസ്ഥയുടെ തുക എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ക്ലോറിൻ്റെ അറിയാം -1 × 2, അല്ലേ. ആകെ ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ -2 ആണ് വരിക. -2നോട് +2 ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക. +2 ആണ് ഇവിടെ ഓക്സീകരണാവസ്ഥ അയണിൻ്റെ. ഇനി ചോദ്യം ബി, Fe3+ അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇവിടെ Fe3+ ആയിട്ടുള്ളത് 3 ഇലക്ട്രോണിനെ Fe നഷ്ടപ്പെടുത്തിയാണ് 3+ ആവുക. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 3 ഇലക്ട്രോണുകൾ ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ, അല്ലേ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെ വരിക? 1s2 2s2 2p6 3s2 3p6 3d5 എന്ന് വരും, അല്ലേ. 3d5. അപ്പോൾ ഇവിടെ 3 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ ആദ്യം ഫോറസ്റ്റിൽ നിന്ന് 2 ഒഴിവാക്കും.
പിന്നെ 3D നിന്ന് 1 പോയി, അങ്ങനെയാണ് 3D5 ലാസ്റ്റ് വരുന്നത്. ചോദ്യം 6. എക്സ് എന്ന മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d3, 4s2 എന്നാണ്. ഇതിൻ്റെ പ്രതീകം യഥാർത്ഥമല്ല. ഇവിടെ ചോദ്യം എ, അവസാന ഇലക്ട്രോൺ ചെന്ന് ചേരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? നമുക്കറിയാം 3D എന്ന് പറയുന്നൊരു സബ്ഷെല്ല് ഉണ്ടെങ്കിൽ അത് ഡി ബ്ലോക്ക് തന്നെ ആയിരിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ 3p കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ പോകുന്നത് 4sലേക്കാണ്, 4s കഴിഞ്ഞാണ് ഇലക്ട്രോണുകൾ 3Dയിലേക്ക് വരിക അല്ലേ. അപ്പോൾ അവസാന ഇലക്ട്രോൺ ഉള്ളത് ഡി സബ്ഷെല്ലിലാണ് 3D. ഇനി ചോദ്യം ബി, എക്സ് ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ് അല്ലേ? ഒരു മൂലകത്തിൻ്റെ ബ്ലോക്ക് കാണുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോൺ വിന്യാസം എഴുതി അവസാന ഇലക്ട്രോണുകൾ വന്നു ചേരുന്ന സബ്ഷെല്ലാണ് അതിൻ്റെ ബ്ലോക്ക്. ഇവിടെ അവസാന ഇലക്ട്രോണുകൾ 3Dയിലാണ്, അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് വരുന്നത് ഡി ബ്ലോക്കിലാണ്. ഓക്കെ. ഇനി ചോദ്യം 7. ഇതിന് 3 മാർക്ക് ഇതാണ്. അതിൽ 7ാമത്തെ ചോദ്യം, കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ 29 ആണ്. കോപ്പറിൻ്റെ അറ്റോമിക് നമ്പർ Cu അല്ലേ 29 ആണ്. അതിൽ ആദ്യ ചോദ്യം, കോപ്പറിൻ്റെ സ്ഥിരത കൂടിയ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി എസ് സബ്ഷെല്ലുകളിലുള്ള ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അപ്പോൾ കോപ്പർ നമുക്ക് എഴുതാം 1s2, 2s2, 2p6, 3s2, 3p6, 3p കഴിഞ്ഞ ഇലക്ട്രോണുകൾ 4s1 ആണ് വരിക കോപ്പറിൽ അല്ലേ. 3d10 നമുക്കറിയാം. സ്ഥിരത കോപ്പറിൻ്റെ 3D സബ്ഷെല്ലിൽ 10 ഇലക്ട്രോണുകളുള്ളപ്പോഴാണ് അതിന് സ്ഥിരത ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ പ്രകാരമാണ് വരുന്നത്. ഇനി ഇവിടുത്തെ എസ്സിൽ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2, അപ്പോൾ 4 ഇലക്ട്രോണായി, 3sൽ 2, 6 ഇലക്ട്രോണായി, 4sൽ 1, ആകെ 7 ഇലക്ട്രോണുകളാണ് എസ്സിലുള്ളത്. ഇവിടുത്തെ രണ്ടാമത്തേതും ബി ക്വസ്റ്റ്യൻ, കോപ്പറിൻ്റെ പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കാണാൻ നമ്മൾ ആദ്യം ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്ക് മൂലകമാണ് അല്ലേ. ഡി ബ്ലോക്ക് അവസാന ഇലക്ട്രോണുകൾ ഡിയിലാണ്, ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അവസാന സബ്ഷെല്ലിലെ 2 സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂട്ടി എഴുതാം. ഓക്കെ. അപ്പോൾ 10+1 11 ഗ്രൂപ്പ് വരുന്നത്. അതുപോലെ പീരിയഡ് ഏറ്റവും വലിയ ഷെൽ നമ്പർ, ഈ താഴെയുള്ള ഏറ്റവും വലിയ നമ്പർ 4 പീരിയഡ് വരുന്നത്. ഇനി ചോദ്യം 8. ചോദ്യം 8, സ്ഥിര താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന പരീക്ഷണത്തിലെ ചില നിരീക്ഷണങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. സ്ഥിര താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന പരീക്ഷണത്തിലെ ചില നിരീക്ഷണങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത്തെ കോളത്തിൽ മർദ്ദം, 2ാമത്തെ കോളത്തിൽ വ്യാപ്തം അല്ലേ. മർദ്ദം P, വ്യാപ്തം V. മർദ്ദം 1 ആയിരിക്കുമ്പോൾ വ്യാപ്തം 8 ആണ്. അതുപോലെ മർദ്ദം 2 ആയിരിക്കുമ്പോൾ തന്നിട്ടില്ല. അതുപോലെ വ്യാപ്തം 16 ആയിരിക്കുമ്പോൾ Y എന്നും തന്നിട്ടുണ്ട്. ചോദ്യം നോക്കുക, എക്സ് വൈ എന്നിവയുടെ വിലകൾ കാണുക. ഇവിടെ എക്സിൻ്റെ വില നമുക്കറിയാം, മർദ്ദവും വ്യാപ്തവും എപ്പോഴും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ് വരുന്നത് അല്ലേ. മർദ്ദം 1 ആയിരിക്കുമ്പോൾ വ്യാപ്തം 8 ആണ്. ഇനി നോക്കൂ, മർദ്ദം ഇവിടെ ഇരട്ടിയാക്കി അല്ലേ, 2 വർദ്ധിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം? വ്യാപ്തം നേർപകുതിയായി കുറയും. വ്യാപ്തം എത്ര വരിക? 4 കുറയും. ഇനി ഇവിടുത്തെ വ്യാപ്തം വരുന്നത് 16 അല്ലേ. അപ്പോൾ 8ൻ്റെ നേരെ മടങ്ങാണ് വ്യാപ്തം 16. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നേർപകുതിയായി കുറയണം, 1ൻ്റെ നേർപകുതിയായിട്ട് കുറയണം. അപ്പോൾ y വരുന്നത് 1/2 അല്ലെങ്കിൽ 0.5. അപ്പോൾ എക്സ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് വൈ എന്നിവയുടെ വിലകൾ. എക്സിൻ്റെ വില 4, വൈയുടെ വില 1/2, 1/2 അല്ലെങ്കിൽ 0.5. ചോദ്യം 9, A, B എന്നീ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിൽ താഴെ ക്രമീകരിച്ചിരിക്കുന്ന 2 നിരകളിൽ ഉൾപ്പെട്ടതാണ്. എയും ബിയും യഥാക്രമം 6ഉം 7ഉം പീരീഡുകളിലാണ് ഉൾപ്പെടുന്നത്. അതായത് A, B എന്നീ മൂലകങ്ങൾ പീരിയോഡിക് ടേബിളിലെ താഴെ ക്രമീകരിച്ചിരിക്കുന്ന 2 നിരകളിൽ ഉൾപ്പെട്ടതാണ്. എയും ബിയും യഥാക്രമം 6, 7 പീരീഡുകളിലാണ് ഉൾപ്പെടുന്നത്. ഇനി ചോദ്യങ്ങൾ നോക്കാം.
അവ ഏത് ബ്ലോക്കിൽ കാണപ്പെടുന്നു? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൻ്റെ താഴെ 2 നിരകളിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണെന്ന് പറഞ്ഞു. അത് വരുന്നത് ഒന്ന് 6ാം പീരീഡിലും മറ്റൊന്ന് 7ാം പീരീഡിലും അല്ലേ. ഒരു നിര 6ാം പീരീഡിൽ ആദ്യം വരുന്നത്, രണ്ടാമത്തെ നിര വരുന്നത് 7ാം പീരീഡിൽ. അത് എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ് അല്ലേ. അവ ഏത് ബ്ലോക്കിലാണ് പെടുന്നത്? എഫ് ബ്ലോക്കിലാണ്. ഇനി ചോദ്യം ബി, ഇവയിൽ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്? നമുക്കറിയാം ഈ എഫ് ബ്ലോക്കിൻ്റെ അവസാന ഇലക്ട്രോണുകൾ വരുന്നത് ഇതാണ്, ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിൽ, ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലാണ് ഇലക്ട്രോൺ വരിക. ഇവയിൽ ആക്റ്റിനോയിഡ് ഏതാണ്? ആക്റ്റിനോയിഡ് എന്ന് പറയുന്നത് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു. ആക്റ്റിനോയിഡ് 7ാം പീരീഡിൽ ഉൾപ്പെടുന്ന അല്ലേ, 7ാം പീരീഡിൽ ഉൾപ്പെടുന്നത് ബി ആണ് ആക്റ്റിനോയിഡായിട്ട് വരുന്നത്, ബി. ഓക്കെ. ചോദ്യം 10, 4 മാർക്ക് ഇതാണ്. പി എന്ന മൂലകം പീരീഡ് 3ലും ഗ്രൂപ്പ് 17ലും കാണപ്പെടുന്നു. ക്യൂ എന്ന മൂലകത്തിൻ്റെ പീരീഡ് നമ്പർ 4ഉം ഗ്രൂപ്പ് നമ്പർ 6ഉമാണ്. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഒന്നുകൂടി ശ്രദ്ധിക്കാം. പി എന്ന മൂലകം പീരീഡ് 3ലും ഗ്രൂപ്പ് 17ലും കാണപ്പെടുന്നു. ഇനി ക്യൂ എന്ന മൂലകത്തിൻ്റെ പീരീഡ് 4ഉം ഗ്രൂപ്പ് നമ്പർ 6ഉമാണ്. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഇനി ചോദ്യം, പി ക്യൂ എന്നിവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് പി എഴുതാം. പി മൂന്നാമത്തെ അവസാനത്തെ പീരീഡ് അല്ലേ, 3ആണ് അവസാനത്തെ സബ്ഷെല്ല് അല്ലെങ്കിൽ ഷെല്ല് വരുന്നത്. പി 3 നമുക്ക് മനസ്സിലായി. 17ാം ഗ്രൂപ്പാണ്, അപ്പോൾ പി ബ്ലോക്കാണ്. 17 വരുന്ന പി ആണ്. അപ്പോൾ 3Pയിൽ 17ാമത്തെ ഗ്രൂപ്പിൽ വരുമ്പോൾ എത്ര ഇലക്ട്രോൺ കാണും? 3Pയിൽ 17ാമത്തെ ഗ്രൂപ്പ് കാണുമ്പോൾ നമ്മൾ ആ ഇലക്ട്രോൺ പ്ലസ് 12 ആണ് അല്ലേ. അപ്പോൾ 5നോട് 12 കൂട്ടുമ്പോഴാണ് 17 കിട്ടുക. അപ്പോൾ 3P5 എന്നാണ് പിയുടെ ഇലക്ട്രോൺ വരിക. 3P5 ലാസ്റ്റ് ഇലക്ട്രോൺ. ബാക്കി എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p5. ഓക്കെ ആണല്ലോ പി. ഇനി ക്യൂ നോക്കുമോ, പീരീഡ് 4, അപ്പോൾ ലാസ്റ്റ് 4 വരണം. ഗ്രൂപ്പ് നമ്പർ 6 അല്ലേ. ഈ ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് മൂലകമാണ്. ഗ്രൂപ്പ് 6 ഡി ആണ്. 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക് എന്ന് അല്ലേ നമുക്കറിയാം. 3 to 12 ആണ് ഡി ബ്ലോക്ക്. അപ്പോൾ ഗ്രൂപ്പ് 6 വരുമ്പോൾ ഇതിൻ്റെ 4 ഡി ബ്ലോക്കിലാണ് അവസാന ഇലക്ട്രോണുകൾ അല്ലേ. ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അവസാനത്തെ 2 ഇലക്ട്രോണുകൾ കൂട്ടി എഴുതും. അപ്പോൾ ഇവിടെ 4s2 3d4 എന്ന് വരണം ലാസ്റ്റ്. 4s2 അല്ലേ, അവസാനം 4 4s ഉണ്ടാവും. 2 ഇലക്ട്രോൺ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4 എവിടെ ഉണ്ടാവുള്ളൂ? 3Dയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കംപ്ലീറ്റ് എഴുതാം. ക്യൂവിൻ്റെത് 1s2 2s2 2p6 3s2 3p6 3d4 4s2. ഇനി ചോദ്യം ബി, അവയിൽ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ പ്രദർശിപ്പിക്കുന്ന മൂലകം ഏത്? നമുക്കറിയാം ഈ പീരിയോഡിക് ടേബിളിൽ ആകെ ഒരു ബ്ലോക്ക് മാത്രമാണ് വ്യത്യസ്ത ഓക്സിജനാവസ്ഥ പ്രകടിപ്പിക്കുക. അത് ഏതാണ്? നമുക്ക് എഴുതാനുള്ളത് എഫ് ബ്ലോക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണമെന്നില്ല. ഡി ബ്ലോക്ക് അല്ലേ. ഡി ബ്ലോക്കാണ് നമുക്ക് ഈ തന്നതിൽ. ആകെ പി ബ്ലോക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഡി ബ്ലോക്കും മറ്റത് പി ബ്ലോക്കാണ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകം അല്ലേ, ക്യൂ ആണ് ആൻസർ. ഡി ബ്ലോക്ക് ആയ ക്യൂവിനാണ് ഇവിടെ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ ഉള്ളത്. ഇനി അതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ പ്രകടിപ്പിക്കുന്നത്? ഈ ക്യൂവിൽ 3 ഡി ബ്ലോക്ക് അല്ലേ, ഡി സബ്ഷെല്ലിൽ നിന്നും അതുപോലെ തന്നെ 4s എന്നീ സബ്ഷെല്ലുകളിൽ ഊർജത്തിന് നേരിയ വ്യത്യാസമേ ഉള്ളൂ. ഡി സബ്ഷെല്ലിനും ഡി സബ്ഷെല്ലിനും അതുപോലെ തന്നെ ഈ 4s 3D സബ്ഷെല്ലിനും 4s സബ്ഷെല്ലിനും ഊർജത്തിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അത് കാരണം ഈ 4sൽ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, തൊട്ടുള്ളിലുള്ള ഡിയിൽ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആ സമയത്താണ് ഇതിന് വ്യത്യസ്ത ഓക്സിജനാവസ്ഥ ഉണ്ടാകുന്നത്. ഇനി ചോദ്യം 11, മൂലകം എയുടെ 3ാം ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ചേർക്കപ്പെടുമ്പോൾ ഉത്കൃഷ്ടവാതകത്തിൻ്റെ വിന്യാസം ലഭിക്കുന്നു. പ്രതീകതാർത്ഥമില്ല. അപ്പോൾ എയുടെ 3ാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ചേർക്കുമ്പോൾ ഉത്കൃഷ്ടവാതകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ലഭിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ 3ാമത്തെ ഷെല്ലിൽ ആകെ 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് ഉത്കൃഷ്ടവാതകത്തിൻ്റെ വിന്യാസം കിട്ടുക. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. 6 ഇലക്ട്രോൺ ആദ്യം ഉണ്ടാകും അല്ലേ. അപ്പോൾ
നമ്മൾ നോക്കേണ്ടത് ഇവിടെ മൂന്നാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ വേണമെന്നുണ്ടെങ്കിൽ 3s ആണ് മൂന്നാമത്തേൽ ആദ്യ സബ് ഷെല്ല്. 3sൽ 2ഉം 3pയിൽ 4ഉമാണ് വരിക. 3sൽ 2 3pയിൽ 4. അപ്പോൾ ടോട്ടൽ എഴുതുമ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p4 അല്ലേ. പിന്നെ നമുക്കറിയാം ഇത് 16ാം ഗ്രൂപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. 3pയിൽ 4 ഇലക്ട്രോൺ 4 + 12 കൂട്ടുമ്പോഴാണ് 16 കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ അറ്റോമിക് നമ്പർ 16, എയുടെ അറ്റോമിക് നമ്പർ 16 വരുന്നത്. ഇനി എയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എയുടെ സബ്ഷെൽ വിന്യാസം വരുന്നത് 1s2 2s2 2p6 3s2 3p4. എയുടെ ഗ്രൂപ്പ് നമ്പർ എത്ര? ഗ്രൂപ്പ് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, 3p4 ആണ്. അവസാനം പി ബ്ലോക്കിൻ്റെത് 4നോട് അവസാന ഇലക്ട്രോണോട് 12 കൂട്ടിയാൽ പി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കിട്ടും. ആ ഗ്രൂപ്പ് കിട്ടും. 16 ഗ്രൂപ്പ് വരുന്നത്. ഇനി സംയോജകത എത്ര? ഇതിൻ്റെ സംയോജകത നോക്കൂ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഷെൽ പ്രകാരം എഴുതുമ്പോൾ 2 ഇവിടെ 8 6 അല്ലേ. ആദ്യ ഷെല്ലിൽ 1s മാത്രമേ ഉള്ളൂ 2 ഇലക്ട്രോൺ. രണ്ടാമത്തേതിൽ 2s 2p ഉണ്ട്. അപ്പോൾ 2 8 പിന്നെ അവസാനം മൂന്നാമത്തെ ഷെല്ലിൽ 6 2 8 6 എന്നാണ് വരിക. രാസപ്രവർത്തനത്തിൽ ബാധിത ഷെല്ലിൽ 6 ഇലക്ട്രോണാണ്. അപ്പോൾ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും അല്ലേ. ആ 2 ഇതിൻ്റെ സംയോജകത. ഓക്കെ. ഇനി ചോദ്യം 12. ചുവടെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുമെന്ന് വിശദീകരിക്കുക. ചോദ്യം എ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഇവിടുത്തെ നിയമം ഏതാണ്? ബോയിൽ നിയമമാണ് അല്ലേ. ഇത് വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ മർദ്ദം കുറയുമ്പോൾ വായു കുമിളയിലെ വായുവിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു കേട്ടോ. മർദ്ദം കുറയുമ്പോൾ വായു കുമിളയുടെ വ്യാപ്തം കൂടുന്നു എന്നാണ്. കൂടുന്നു അതായത് അക്വേറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്തോറും എന്ത് ചെയ്യും? താഴ്ന്ന് മുകളിലേക്ക് വരുന്തോറും മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ കുമിളയുടെ വ്യാപ്തം കൂടുന്നു എന്നാണ്. ഓക്കെ. ഇനി അതിലെ ചോദ്യം ബി. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിയമം അവഗാഡ്രോ നിയമമാണ്. ഈ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണമാണ് കൂടുന്നത് അല്ലേ. വായു തന്മാത്രകളുടെ എണ്ണം ബലൂണിനകത്ത് കൂടുമ്പോൾ എന്ത് ചെയ്യും? ബലൂണിൻ്റെ വലുപ്പം കൂടുകയും ചെയ്യും. ഓക്കെ. അവഗാഡ്രോ നിയമം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. ഓക്കെ.